بسم الله الرحمن الرحيم. ألف لام ميم تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1398 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തിൽക ആയാതുൽ കിതാബിൽ ഹകീം ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിലെ തുടക്കത്തിലെ ആയത്തുകളുമായി സാദൃശ്യമുള്ള ആയത്തുകളാണ് സൂറത്തുൽ ലുഖ്മാന്റെ തുടക്കത്തിലുള്ളത് എന്ന് കാണാൻ കഴിയും. പൂർണ്ണമായിട്ടുമല്ല, സമാനതകൾ വളരെയേറെയുള്ള ആയത്തുകളാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഏകദേശം മധ്യഘട്ടത്തിൽ അവതരിച്ച സൂറത്താണ് സൂറത്തുൽ ലുഖ്മാൻ എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. 34 ആയത്തുകളാണ് ഈ സൂറത്തിൽ ആകെയുള്ളത്. ഇതില് ലുഖ്മാൻ അലൈഹിസ്സലാമിനെ പരാമർശിക്കപ്പെടുന്നു. അദ്ദേഹം തന്റെ മകന് നൽകിയ ഉപദേശങ്ങൾ ഖുർആൻ ഉദ്ധരിക്കുന്നു എന്നതിനാലാണ് ഈ സൂറത്തിന് സൂറത്തുൽ ലുഖ്മാൻ എന്ന് പേര് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോ ലുഖ്മാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്ന ആയത്ത് എത്തുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ സൂറത്തിന്റെ ഒരു മുഖ്യമായ പ്രതിപാദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതുപോലെ അത് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എത്ര യുക്തിഭദ്രമായതാണ്, ബഹുദൈവ വിശ്വാസം എത്ര അടിത്തറയില്ലാത്തതും അതുപോലെ യുക്തിരഹിതവുമാണ് എന്ന ഒരു കാര്യമാണ് ഒരു ഊന്നലോടുകൂടി ഈ സൂറത്ത് മുന്നോട്ട് വെക്കുന്ന കാര്യം. മക്കയിലെ സൂറത്തുകൾക്ക് പൊതുവായിട്ട് ഈ 3 വിഷയങ്ങൾ, തൗഹീദും റിസാലത്തും ആഖിറത്തും, അള്ളാഹുവിന്റെ ഏകത്വവും അല്ലെങ്കിൽ പ്രപഞ്ച സ്രഷ്ടാവായ ഒരു ദൈവത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ, അതുപോലെ പ്രപഞ്ച സ്രഷ്ടാവിന്റെ സന്ദേശം മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാർ
എത്രത്തോളം അനിവാര്യമാണ് എന്ന് കാണിക്കുന്ന അതിന്റെ യുക്തി ഫലം, അതേപോലെ പാരത്രിക ജീവിതം എന്ന യാഥാർത്ഥ്യം എന്തുമാത്രം അവഗണിക്കാൻ പറ്റാത്ത വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുക. ഈ 3 കാര്യങ്ങളാണ് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ പ്രാധാന്യപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. ആ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഈ സൂറത്ത് ലുഖ്മാനിലും കടന്നു വരുന്നുണ്ട്. നമുക്ക് ഇന്ന് വായിച്ചു വെച്ച 5 ആയത്തുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം. അലിഫ് ലാം മീം 3 മുഖത്താഴത്ത് അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. ഈ വിശുദ്ധ ഖുർആന്റെ ചില സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഇത്തരം അക്ഷരങ്ങൾ പലതലത്തിലും അതിനുള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ പലരും ശ്രമിച്ചിട്ടുള്ളതാണ്. എന്നാൽ പോലും അത് വ്യാഖ്യാനം അതിന്റെ അവസാന വാക്ക് എന്ന വിധത്തിൽ നൽകപ്പെട്ടു കഴിഞ്ഞു എന്നൊന്നും പറയാൻ കഴിയില്ല. സൂറത്തുൽ ബഖറയിലേതുപോലെ തന്നെ ഇവിടെയും ഈ 3 അക്ഷരങ്ങളാണ് ഇതിന്റെ തുടക്കം. ചില സൂറത്തുകളില് ഈ ഇതുപോലെയുള്ള അക്ഷരങ്ങള് ആദ്യത്തെ ആയത്തിന്റെ ഭാഗമായിട്ടാണ് കാണുക. സൂറത്തുൽ ബഖറയിലും അതുപോലെ സൂറത്തുൽ ലുഖ്മാനിലും ഈ 3 അക്ഷരങ്ങൾ തന്നെ ഒരായത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 3 അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ പറയുകയാണ്. തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം, യുക്തിഭദ്രമായ യുക്തിബന്ധുരമായ ഗ്രന്ഥത്തിന്റെ ആയാത്തുകളാണ് ഈ കേൾപ്പിക്കപ്പെടുന്നത്. ഇവ തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം, ഹിക്മത്ത് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ യുക്തിഭദ്രതയുള്ള യുക്തിബന്ധുരമായ അല്ലെങ്കിൽ യുക്തിഭദ്രമായ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള കിതാബിന്റെ അല്ലെങ്കിൽ ആ കിതാബിലെ ആയാത്തുകളാണ് ഇവ. അപ്പൊ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പ്രൗഢോജ്വലമായ, ഏറ്റവും ബുദ്ധിപരമായ, ഏറ്റവും യുക്തിഭദ്രമായ ആശയങ്ങളാണ്. അതില് പൊളിവാക്കുകളോ വ്യാജമായതോ അടിസ്ഥാനരഹിതമായതോ ആശ്രയിക്കാൻ കൊള്ളാത്തതോ ആയ യാതൊന്നും കാണൂല. പൂർണ്ണമായ അർത്ഥത്തിൽ ഹിക്മത്ത് അടങ്ങിയിട്ടുള്ളതാണ്. വിസ്ഡമാണ്. ഹിക്മത്ത് എന്ന വാക്കിന് ഇംഗ്ലീഷിൽ സാധാരണ പറയാറുള്ള വിസ്ഡം എന്നാണ്. അപ്പൊ വിസ്ഡമാണ് ഈ കിതാബിന്റെ അടിത്തറ. ഈ വേദഗ്രന്ഥത്തിന്റെ അതിന്റെ ആശയങ്ങളും പ്രതിപാദ്യങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായ ഹിക്മത്താണ്. ഒരു നിലനിൽപ്പില്ലാത്ത അല്ലെങ്കിൽ നിസ്സാരമായ അടിസ്ഥാനരഹിതമായ ആശയങ്ങളല്ല ഈ കിതാബിന്റെ അടിത്തറ. അപ്പൊ ഈ കിതാബിന്റെ തന്നെ ഈ ഗ്രന്ഥത്തിന്റെ തന്നെ പ്രത്യേകത അത് അൽ ഹക്കീമാണ് എന്നതാണ്. ഈ കിതാബിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകതകളിലൊന്ന് അതില് അപ്രസക്തമായതോ അടിസ്ഥാനരഹിതമായതോ അർത്ഥശൂന്യമായതോ നിലനിൽക്കാത്തതോ ബുദ്ധിക്ക് അതുപോലെ മനുഷ്യയുക്തിക്ക് ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതോ ആയ കാര്യങ്ങളല്ല. കാര്യങ്ങളെ യുക്തിപൂർവം ബുദ്ധിപരമായ വിധത്തിൽ വിലയിരുത്തുമ്പോൾ എല്ലാവർക്കും സ്വീകരിക്കേണ്ടി വരുന്ന, തലകുലുക്കി സമ്മതിക്കേണ്ടി വരുന്ന അടിത്തറയിലുള്ള ഒരു ഗ്രന്ഥമാണിത്. ആ ഗ്രന്ഥത്തിലെ ആയാത്തുകളാണ്
ഈ കേൾപ്പിക്കപ്പെടുന്നവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കം. അലിഫ് ലാം മീം എന്ന 3 അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അള്ളാഹു നടത്തുന്നതെന്ന് കാണാൻ കഴിയും. മിക്കയിടങ്ങളിലും ഈ മുഖത്താത്തുകൾ വരുന്ന സൂറത്തുകളുടെ തുടക്കത്തില് മുഖത്താത്തുകളെ തുടർന്ന് നമുക്ക് വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കാണാൻ സാധിക്കുക. സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവിടെ അലിഫ് ലാം മീം എന്ന 3 അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് ചില കാര്യങ്ങളാണ് പറയുന്നത്. ആ ഗ്രന്ഥം യാതൊരു സംശയവുമില്ല സത്യാന്വേഷികൾക്ക്, ബുദ്ധിപരമായ സത്യസന്ധത കാണിക്കുന്ന ആളുകൾക്ക് അതിൽ തീർച്ചയായിട്ടും മാർഗദർശനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അത് തുടങ്ങുന്നത്. ഇവിടെ ഈ 3 അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഈ ഖുർആനെ കുറിച്ച് തന്നെയാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഇതിലെ ആയാത്തുകൾ പൊളിവചനങ്ങളല്ല. ഇതിലെ ആയാത്തുകൾ അടിസ്ഥാനരഹിതമായ, യുക്തിരഹിതമായ, ബുദ്ധിരഹിതമായ, നിലനിൽക്കാത്ത വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആയാത്തുകളല്ല. ഈ ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ അത് ഹിക്മത്ത് അടങ്ങിയതാണ് എന്നതാണ്. അതില് ഏറ്റവും ബുദ്ധിപരമായ, യുക്തിഭദ്രമായ കാര്യങ്ങളല്ലാത്ത അതൊന്നും കാണാൻ സാധിക്കൂല. അതിൽ പൊളിവാക്ക് അല്ലെങ്കിൽ വ്യാജമായത്, അടിസ്ഥാനരഹിതമായത്, മിഥ്യയായത്, ഇങ്ങനത്തതൊന്നും ഈ കിതാബിൽ അടങ്ങിയിട്ടില്ല. ഇത് ഹിക്മത്ത് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഹിക്മത്തിനാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കിതാബിലെ ആയാത്തുകളാണ് ഇവ എന്നാണ് സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് ഹുദൻ വ റഹ്മതൻ ലിൽ മുഹ്സിനീൻ, മുഹ്സിനുകൾക്ക്, സുഹൃതവാന്മാർക്ക്, സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ ഉദ്യമിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് മാർഗദർശനവും അനുഗ്രഹവുമാണ്. മാർഗദർശനമാണ്, അതേപോലെ തന്നെ കാരുണ്യവും അനുഗ്രഹവുമാണ്. ആർക്കാണ്? എല്ലാവർക്കും ഒന്നും ഇത് മാർഗദർശനമായിട്ട് ഫലപ്രദമായിക്കൊള്ളണം എന്നില്ല. മുഴുവൻ മനുഷ്യർക്കുമായിട്ട് ആണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും അത് റിസീവ് ചെയ്യുന്ന ഭാഗത്തുള്ള ആ റിസപ്ഷന്റെ ആ ഭാഗത്ത്, റിസീവ് ചെയ്യുന്ന ആ ഭാഗത്ത് അതിനുള്ള സന്നദ്ധതയുള്ളവർക്കേ പ്രയോജനം ചെയ്യുള്ളൂ. ഈ കിതാബിന് അങ്ങനെ ഒരു പരിമിതി അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഒന്നും വാരിക്കോരി അങ്ങ് കൊടുക്കൂല. അതിന്ന് മാർഗദർശനം കിട്ടുന്നതും അതിന്റെ അനുഗ്രഹം അനുഭൂതി ജനകമായ ഒരു കാര്യമായിട്ട് അനുഭവപ്പെടുന്നതും അതിന് സന്നദ്ധതയുള്ള, മാനസികമായി തയ്യാറെടുപ്പുള്ള ആളുകൾക്ക് മാത്രമാണ്. പലരും അതിലൂടെ, അതിന്റെ പാർശ്വത്തിലൂടെയും ഒരുപക്ഷെ അതിനോട് നേരിട്ട് ഏറ്റുമുട്ടിയൊക്കെ കടന്നു പോകുന്നുണ്ടാവും. അത്തരം ആളുകൾക്ക് അത് പ്രയോജനപ്പെടുകയില്ല. ചിലർക്ക് അത് വലിയ ദുരന്തങ്ങളും ഭവിഷ്യത്തുക്കളും ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടാണ് അനുഭവപ്പെടുക. എന്നാൽ മുഹ്സിനുകൾക്ക്, സുഹൃതികൾക്ക്, സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കണം എന്ന് ഉദ്യമിക്കുന്ന, എന്ന് ആഗ്രഹിക്കുന്ന, നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതം ഫലപ്രദമാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് മുഹ്സിനുകൾ. ഇഹ്സാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഇസ്ലാമിനെ അംഗീകരിച്ച, ഈമാൻ ഉൾക്കൊണ്ട ആളുകളുടെ ജീവിതത്തിൽ നിന്ന് റിഫ്ലക്റ്റഡ് ആവുന്ന, സ്വാഭാവികമായി ഉതിർന്നു വരുന്ന നന്മകളാണ്. 3 കാര്യങ്ങൾ ഇസ്ലാം പ്രയോഗത്തിൽ വരുമ്പോ നമുക്കതിന്റെ 3 ഘട്ടങ്ങളെ അനുഭവിച്ചറിയാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ഘട്ടമാണ് കീഴ്പ്പെടൽ. പടച്ചതമ്പുരാന് വിധേയപ്പെട്ടുകൊണ്ട്, അവനെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അവന്റെ മുന്നിൽ ശിരസ് കുനിക്കാനുള്ള സന്നദ്ധത കാണിക്കുക എന്ന് പറയുന്ന ഇസ്ലാം സമർപ്പണം. അതിന്റെ കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ദൃഢബോധ്യമായി വരുന്നതാണ് രണ്ടാമത്തത് ഈമാൻ എന്ന് പറയുന്നത്.
അപ്പൊ ഇസ്ലാമും ഈമാനും സ്വാഭാവികമായിട്ട് അള്ളാഹുവിന് സമർപ്പിക്കുകയും വിശ്വാസപരമായ അടിത്തറയിൽ ദാർഢ്യത നേടുകയും ചെയ്യുന്ന ആളുകൾ അവരിൽ നിന്ന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാവേണ്ട എല്ലാം തന്നെ ഇഹ്സാനായിരിക്കും, നന്മയായിരിക്കും. അവര് പറയുന്നതും ചെയ്യുന്നതും ഇടപെടുന്നതും ഒക്കെ അത് ഇഹ്സാൻ അടങ്ങിയതായിരിക്കും. അവർക്ക് എല്ലാവരോടും ഗുണകാംക്ഷയാണ് ഉണ്ടാവുക, സതുദ്ദേശത്തോടു കൂടിയാണ് അവര് കാര്യങ്ങളിൽ ഇടപെടുക. അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ കൃത്യമായ ചില നന്മ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും അവരത് ചെയ്യുന്നുണ്ടാവുക. അപ്പോ ഇഹ്സാനിന് ഓരോ സന്ദർഭത്തിലും ഇഹ്സാൻ എന്താണ് എന്നത് ഇസ്ലാമും ഈമാനും ഉള്ളവർക്ക് ബോധ്യപ്പെടും. അതിന്റെ ചില കർമ്മ മാതൃകകളാണ് പ്രവാചകന്മാര് നമ്മുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള അവരുടെ തുറന്ന പുസ്തകമായ ജീവിതം വെളിപ്പെടുത്തുന്നത്. അതാണ് ഇഹ്സാന്റെ മാതൃക. ഇഹ്സാന്റെ ഏറ്റവും ഉത്തമമായ മാതൃക എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ജീവിതമാണ്. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ടാകും. സമാനമായ ജീവിത സാഹചര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യര് അവരുടെ ജീവിത പ്രയാണത്തിനിടക്ക് അത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഇസ്ലാമും ഈമാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് പ്രവാചകന്മാര് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും അവരനുവർത്തിച്ചിട്ടുള്ള രീതികളുമൊക്കെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ആ മാതൃക അനുസരിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യാനുമാണ് എങ്കിൽ നമ്മുടെ ഇസ്ലാമും നമ്മുടെ ഈമാനും ഫലപ്രദമായിട്ടുണ്ട്. നമ്മൾ മുഹ്സിനുകളിൽ പെട്ടിരിക്കുന്നു എന്നതാണ് അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. മുഹ്സിനായ ഒരാള് ഒരു കാര്യത്തിലും നെഗറ്റീവായ ഒരു നിലപാട് അല്ലെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയുള്ള എന്തെങ്കിലും ചെയ്യുന്ന ഒരു അവസ്ഥയല്ല ഉണ്ടാവുക. അയാൾക്ക് എല്ലാറ്റിലും സതുദ്ദേശമാണ് ഉണ്ടാവുക. നന്മ പുലരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും അവര് അത്തരം ആളുകള് എല്ലാറ്റിലും ഇടപെടുക. ഇരുട്ടുകുത്തുന്ന കണ്ണുകളിലും ഹൃദയത്തിലൊക്കെ ഇരുട്ടുകുത്തുന്ന വിധത്തിലുള്ള സ്വാർത്ഥതയല്ല അവരെ ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അള്ളാഹുവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് ഇത് ആർക്കാണ് മാർഗദർശനമാവുന്നത്? മുഹ്സിനുകൾക്കാണ്. ഇഹ്സാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, നന്മ ചെയ്തുകൊണ്ട് ജീവിതം ഒരു പുണ്യമാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന തരം ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ജീവിതത്തിൽ അനിവാര്യമായ മാർഗദർശനം ഈ കിതാബിലാണ് നൽകപ്പെടുന്നത്. അതേപോലെ തന്നെ ഇത് അവർക്കുള്ള ഒരു അനുഗ്രഹവുമാണ്, കാരുണ്യവുമാണ്. ഒരേ സമയത്ത് കാരുണ്യവും അനുഗ്രഹവുമാണ് റഹ്മത്ത്. ഈ ആളുകൾക്ക് വിശുദ്ധ ഖുർആന്റെ താളുകളിലൂടെ അതിന്റെ ആയാത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്ന മനസ്സിന്റെ ഒരു നിർവൃതിയുണ്ട്. അത് അള്ളാഹുവിനോട് വല്ലാത്ത പ്രതിബദ്ധതയും കടപ്പാടും ഒക്കെ ഉണ്ടാവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു വൈകാരികമായ ഒരു അനുഭവമാണ്. അത്തരം ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ റഹ്മത്താണ് എന്നത് ബോധ്യപ്പെടും. ജീവിത സാഹചര്യങ്ങളോട് ഇടപഴകിക്കൊണ്ട് സമ്പർക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് പോകുമ്പോൾ ഖുർആൻ നമുക്ക് പകർന്നു തരുന്ന തരത്തിലുള്ള മനസ്സിന്റെ ഒരു ആനന്ദവും ഒരു ആങ്കറേജ് എന്ന് പറയും, ഒരു നങ്കൂരമാണ്. അതുപോലെ മനസ്സിന് അത് പകർന്നു തരുന്ന ഒരു ആശ്വാസം, ഒരു മനസ്സമാധാനം, ഒരു ആത്മവിശ്വാസം, ഇതൊക്കെ മുഹ്സിനുകളെ സംബന്ധിച്ചിടത്തോളം ഈ കിതാബിലൂടെ ലഭിക്കുന്ന റഹ്മത്താണ് എന്ന് കാണാൻ കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹുവിന്റെ വല്ലാത്തൊരു കൃപാവായ്പായി, ഒരു കാരുണ്യമായി, ഈ ഖുർആൻ എങ്ങാനും നമുക്ക് അവതീർണമായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ
എന്തുമാത്രം അസ്വസ്ഥജനകമായ ഒരവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെത് എന്നത് അവർ ആലോചിക്കുന്നുണ്ടാവും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസവും അതുപോലെ ദൃഢബോധ്യത്തിന്റെ ഒരു ആനന്ദവും സമാധാനവും ഒക്കെ ആളുകൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ ഖുർആനിലൂടെ അവര് അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ അനുഗ്രഹം അത് അനുഭവിച്ചറിയുമ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇഹ്സാൻ ചെയ്യാൻ വേണ്ടി മാനസികമായി തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിലുള്ള വഴികാട്ടിയാണ്, ഹുദയാണ് ഖുർആൻ. അതേപോലെ തന്നെ അവർക്ക് മനസ്സിനെ കുളിരണിയിക്കുന്ന ദൈവിക കാരുണ്യവും അനുഗ്രഹവും ഒക്കെയാണ് ഖുർആൻ. ഖുർആൻ അങ്ങനെ ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ട്. അത് ഞാൻ വ്യക്തിപരമായി തന്നെ പല ഘട്ടങ്ങളിലും അനുഭവിച്ചറിഞ്ഞതാണ്. പലരും അത് അനുഭവിക്കുന്നത് നേർക്ക് നേരെ സ്വന്തം നേത്രങ്ങളെ കൊണ്ട് കാണാനും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി അറബി ഭാഷ അറിയാവുന്ന മാതൃഭാഷയായ ആളുകൾ, അത്തരം ആളുകൾ അവരുടെ പല ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ നേരെ എവിടെയെങ്കിലും അടുത്തൊരു പള്ളിയിൽ കയറി ഒള്ളെടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഈ വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് അത് പാരായണം ചെയ്യുന്നതിലെങ്ങും മുഴുകുകയാണ്. ദീർഘനേരം പാരായണം ചെയ്ത് അതുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ആയത്ത് അവരുടെ മനസ്സിന് വലിയ ആശ്വാസം പകരുന്നതായിട്ട് അവര് കണ്ടെത്തും. മനസ്സിന് ആശ്വാസം പകരുന്ന, ആനന്ദം പകരുന്ന, മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്ന വിധത്തിലുള്ള അത്തരം ആയത്തുകൾ അവരുടെ അവരുടെ ദൃഷ്ടിയിൽ പെടുന്നത് വരെ അവര് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഖുർആനിൽ നിന്ന് ആശ്വാസവും അതുപോലെ ദൈവിക കാരുണ്യമൊക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ വിഷമം കൈകാര്യം ചെയ്ത് അവരിറങ്ങിപ്പോകുന്നത് എത്രയോ തവണ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് അറബി ഭാഷ അറിയുന്ന, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്നത് സ്വന്തമായി വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന തരം ആളുകൾക്ക്, പ്രത്യേകിച്ച് അറബി ഭാഷ മാതൃഭാഷയായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിത്യാനുഭവമാണത്. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അല്ലാത്ത ഒന്നിനും തന്നെ വലിയൊരു പ്രസക്തി അവർക്ക് കാണാൻ കഴിയില്ല. നമ്മളുടേതുപോലെയുള്ള സാംസ്കാരിക പശ്ചാത്തലത്തില് ഖുർആൻ ഒരു പക്ഷേ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ അടുക്കൽ നിന്ന് എത്രയോ അകലെയാണ്. അവര് നിത്യജീവിതത്തില് ഖുർആനിൽ നിന്ന് വെളിച്ചം തേടുകയോ അവര് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഖുർആനിൽ നിന്ന് അതിനുള്ള ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു സംസ്കാരമോ ഒരു രീതിയോ ഇത്തരം കാരണങ്ങളാൽ, ഭാഷാപരമായ തടസ്സങ്ങളുള്ളത് കൊണ്ടും പിന്നെ ഇസ്ലാമേതരമായ സംസ്കാരത്തിന്റെ അമിതമായ സ്വാധീനം, അതുപോലെ വിദ്യാഭ്യാസത്തിന്റെയും മീഡിയകളുടെയൊക്കെ അമിതമായ സ്വാധീനം കാരണമായിട്ട് അവര് ഖുർആനിൽ നിന്ന് ഒരുപാട് അകന്നു കഴിയുന്നത് കാണാൻ സാധിക്കും. എന്തായാലും അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ഹുദം വ റഹ്മത്തൻ ലിൽ മുഹ്സിനീൻ എന്നത് അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചറിയുന്ന ആളുകൾ ലോകത്ത് ധാരാളം ഉണ്ട്. നമ്മൾ പലപ്പോഴും ആ സൗഭാഗ്യം ലഭിച്ചവരാകാതെ പോകുന്നു എന്ന ഒരു വ്യസനകരമായ കാര്യം, ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്ന് ഈ മുഹ്സിനുകൾ ആരാണ് എന്നതാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. 3 പ്രാധാന്യമുള്ള കാര്യങ്ങളും മുഹ്സിനുകളെ കുറിച്ച് അള്ളാഹു ഇവിടെ പറയുകയാണ്. അതിന്റെ അർത്ഥം ഈ 3 കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്യുന്നത് എന്നല്ല. വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിലൂടെയുമായി പഠിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ കൽപ്പനകളും പാലിക്കുന്നവരും എല്ലാ വിലക്കുകളും
മാറ്റി നിർത്തുന്നവരുമാണ് യഥാർത്ഥത്തിൽ മുഹ്സിനുകൾ. 3 പ്രാധാന്യമുള്ള കാര്യങ്ങൾ അള്ളാഹുവിടെ എടുത്തു പറയുകയാണ് മുഹ്സിനുകളെ കുറിച്ച്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഒന്നാമത്തത്, അവര് സ്വലാത്ത് നടപ്പിലാക്കുന്നവരാണ്. അള്ളാഹുവുമായുള്ള ഓരോരുത്തരുടെയും ബന്ധം, വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള, അതാണല്ലോ അള്ളാഹുവിന്റെ അബ്ദാണ് എന്ന് പ്രഖ്യാപിക്കലാണ് യഥാർത്ഥത്തിൽ ഈ നമസ്കാരത്തിന്റെ, സ്വലാത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. ഞാൻ നിന്റെ അബ്ദാണ് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് പ്രഖ്യാപിക്കുകയാണ്. സ്വയം ഓർത്തുകൊണ്ട് അത് ഏറ്റുപറയുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറയുന്നത്. മറന്നുപോകും മനുഷ്യർ. അള്ളാഹുവിന്റെ അബ്ദാണ് എന്നുള്ള കാര്യം പലപ്പോഴും മറന്നുകൊണ്ടാണ് പല പ്രവർത്തനങ്ങളിലും മനുഷ്യർ വ്യാപൃതരാവുക. 5 നേരം നമസ്കാരം വെച്ചത് തന്നെ ഈ മറവി നിയന്ത്രണമില്ലാത്ത, പിടുത്തം തരാത്ത വിധത്തിലുള്ളതായി പോവാതിരിക്കാൻ വേണ്ടിയാണ്. 5 അല്ല 50 നേരം ഒക്കെ തന്നെ വേണ്ടതാണത്. കാരണം മനുഷ്യൻ അള്ളാഹുവിനെ മറക്കാനുള്ള സാധ്യത പലപ്പോഴും ജീവിതത്തിലെ പല വ്യവഹാരങ്ങളുടെയും ഘട്ടങ്ങളിൽ ഉണ്ടാകും. ഇടപാടുകളുടെ കാര്യത്തില്, വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തില്, അതുപോലെ പല സംഗതികളിലും മനുഷ്യര് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള രീതികൾ സ്വീകരിക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ ഹജ്ജിന് പോകുന്ന, ഉംറ നിർവഹിക്കുന്ന, ഉളുഹിയ്യത്ത് ഒക്കെ, ബലികർമ്മമൊക്കെ നടത്താൻ അതിൽ പങ്കാളികളാകുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന ആളുകൾ പോലും എത്രയോ പേര് മനുഷ്യരുമായുള്ള ഇടപാടുകളിൽ സത്യസന്ധത കാണിക്കാതിരിക്കുകയും അത് കടപ്പാടായിട്ട് കാണാതിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ധാരാളം കാണാൻ കഴിയും. ആളുകളുടെ ഹുഖൂഖുകൾ, അവകാശങ്ങൾ വിട്ടുകൊടുക്കാതെ അത് അംഗീകരിക്കുകയോ വകവെക്കുകയോ ചെയ്യാതെ അവിടെ തീർത്തും ജാഹിലിയത്തിന്റെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിലകൊള്ളുകയും, എന്നാൽ വേറെ ചില പ്രകടനപരതയുള്ള കാര്യങ്ങളിൽ വല്ലാത്ത ആത്മീയതയും ദൈവികതയും ഒക്കെ കാണിക്കുന്ന ഒരു പ്രവണത ആളുകൾക്കിടയിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അപ്പോ മുഹ്സിനുകൾ ആയിട്ട് ഇവിടെ അള്ളാഹു വിശേഷിപ്പിക്കുന്ന ആളുകളുടെ 3 പ്രത്യേകതകളാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഒന്ന്, അല്ലദീന യുഖീമൂന സ്വലാത്ത്. അല്ലദീന യുസല്ലൂൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, യുഖീമൂന സ്വലാത്ത് എന്നാണ്. നമസ്കരിക്കുന്നവർ എന്നല്ല, നമസ്കാരം നടപ്പിലാക്കുന്നവരാണ് അവർ. അതൊരു സുപ്രധാനമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലക്ക് സമൂഹത്തിൽ നടപ്പിലാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ടുള്ള, അവന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുക എന്ന ഒരു സംഗതിയാണല്ലോ നമസ്കാരം. അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ട്, അതില് അള്ളാഹുവിനോട് തേടുന്നുണ്ട്. അതിലൊക്കെ ഞാൻ അള്ളാഹുവിന്റെ അബ്ദാണ്, ഞാൻ നിനക്ക് മാത്രം അടിമപ്പെട്ടവനാണ് എന്ന് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ പ്രഖ്യാപനം നടത്തുകയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൂറത്തുൽ നമ്മുടെ ദുആഉൽ ഇഫ്തിതാഹ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമസ്കാരത്തിന്റെ തുടക്കത്തില് അവിടുന്ന് അങ്ങോട്ട് ധാരാളം സന്ദർഭങ്ങളിൽ അത് വരുന്നുണ്ട്. ഖുർആൻ ആയത്തുകളുടെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ വരുന്നുണ്ട്. കൂടാതെ ദുആഉൽ ഇഫ്തിതാഹില്, നമസ്കാരത്തിന്റെ തുടക്കത്തില് നമ്മൾ നടത്തുന്ന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്റസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന ആ ദുആഇല് നമ്മൾ മുഖ്യമായിട്ട് പറയുന്ന കാര്യം അള്ളാഹുവിനുള്ള വിധേയത്വം ഞാൻ ഊട്ടി ഉറപ്പിക്കുകയാണ് എന്നതാണ്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ വേറെ ആരുടെയും അടിമയല്ല. ഞാനെല്ലാം സമർപ്പിക്കുന്നത് അവനാണ്. എൻ്റെ നമസ്കാരവും, അതുപോലെ എൻ്റെ അനുഷ്ഠാനങ്ങളും, എൻ്റെ ജീവിതവും, എൻ്റെ മരണവും ഒക്കെ അള്ളാഹുവിനുള്ളതാണ്. ഞാൻ അവന് അവകാശപ്പെട്ടതാണ്, ഞാൻ അവന് വിധേയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ അത് സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പൊ അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സക്കാത്ത. അപ്പോ അള്ളാഹുവുമായുള്ള ഉടമ അടിമ ബന്ധം സ്ഥാപിക്കുന്ന, പ്രഖ്യാപിക്കുന്ന, ഏറ്റുപറയുന്ന ഒരു പ്രക്രിയയാണ് നമസ്കാരം. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നഷ്ടപ്പെടാതെ നമ്മളെ മനസ്സുകളെ തഖ്വ നിറഞ്ഞതായി നിലനിർത്തുന്ന ഒരു പ്രക്രിയയാണ് സ്വലാത്ത്. രണ്ടാമത് പറയുന്നത് വയുഅ്തൂന സക്കാത്ത്, സക്കാത്ത് നൽകുന്നവര്. അത് പടച്ചതമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്തിന്റെയും വരുമാനത്തിന്റെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു ചുമതലാ നിർവഹണമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് സമൂഹത്തില് നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ്. അതിൽ മറ്റുള്ളവരുടെ ഹക്കുകൾ കൊടുത്തു കഴിയുമ്പോഴേ അത് ശുദ്ധീകരിക്കപ്പെടുള്ളൂ. മറ്റുള്ളവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ വരുമാനം, നമ്മുടെ സമ്പത്ത് ഇതൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടതായി അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതായിട്ട് മാറും. മറ്റുള്ളവർക്കൊരു പങ്ക് അതിൽ അള്ളാഹു വെച്ചതാണ്. അത് അള്ളാഹുവിന്റെ യുക്തി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അധ്വാനിക്കാൻ കഴിയാത്തവരും സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാൻ കഴിയാത്തവരൊക്കെ ആയിട്ട് കുറെ പേര് സമൂഹത്തിലുണ്ട്. അപ്പോ അത്തരം ആളുകൾക്ക് വേണ്ടിയും അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു അവകാശമാണ് നമ്മുടെ വരുമാനത്തിലും സമ്പത്തിലുമൊക്കെ ഉള്ള സക്കാത്ത് എന്ന് പറയുന്ന ഒരു സംഗതി. അത് നമ്മളുടേതല്ല, അത് വേറെ ചിലരുടേതാണ്. ആ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുമ്പോഴാണ് ബാക്കിയുള്ളത് നമ്മളുടേതായി മാറുന്നത്. അപ്പൊ ആ വിധത്തിലാണ് നമ്മൾ നമ്മളുടെ സമ്പത്തിനെയും വരുമാനത്തിനെയും ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഒരു വശമാണ് സക്കാത്തിന്റെ. നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നത്. അതിന്റെ വേറൊരു വശം അത് നമ്മുടെ സമ്പദ്ഘടനയിൽ വലിയ വളർച്ച ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. സൂറത്ത് റൂമിന്റെ പഠനത്തിനിടയിലാണെന്ന് തോന്നുന്നു. സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാനം തന്നെ ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക ഘടന ഭദ്രമാവുന്നതിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് സക്കാത്തിൽ അധിഷ്ഠിതമാവുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ കഴിയാത്ത, ശേഷിയില്ലാത്ത, ദുർബലരായ, നിരാലംബരായ ആളുകൾക്ക് ഏത് സാമ്പത്തിക പരിശ്രമങ്ങളിലും അള്ളാഹു വെച്ചിട്ടുള്ള ഒരു അവകാശമുണ്ട്, ഒരു വിഹിതമുണ്ട്. നമ്മുടെ മുതലാളിത്ത സമ്പദ്ഘടനയിലോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനയിലോ ഒന്നും തന്നെ അങ്ങനെ ഒരു പ്രൊവിഷൻ നമുക്ക് കാണാൻ കഴിയില്ല. സമൂഹത്തില് ദുർബലരായ ആളുകൾക്ക് ഒരു അവകാശമായിട്ട് വെച്ചിരിക്കുകയാണ്. അത് ആരെങ്കിലും കൊടുക്കുന്ന ഔദാര്യമല്ല. ഒരു അനന്തരാവകാശ സ്വത്തില് ഉമ്മാക്ക്, വാപ്പാക്ക് അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധമല്ലാത്ത ആളുകൾക്കൊക്കെ ചില അവകാശങ്ങൾ ചില ഘട്ടങ്ങളിൽ അള്ളാഹു വെച്ചത് കാണാൻ കഴിയും. ഇപ്പൊ പെൺമക്കൾ മാത്രമുള്ള ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ സമ്പത്തിൽ വേറെ ചിലർക്കൊക്കെ അവകാശം ഉണ്ടാവും, സാധാരണഗതിയിൽ അവകാശമില്ലാത്ത. അത് ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? അത് തടയാൻ വേണ്ടി വക്രത കാണിക്കുന്ന ആളുകളുണ്ട്. മരിച്ചു പോകുന്നതിന്റെ മുമ്പ് എന്നെ മക്കളുടെ പേരിൽ എഴുതി വെക്കുക. അങ്ങനെ ഒരു പരിപാടി യഥാർത്ഥത്തിൽ വളരെ അബദ്ധജടിലമായ ഒരു നടപടിയാണ്. അള്ളാഹു ചിലർക്ക് വെച്ച ചില അവകാശങ്ങൾ തടയാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നുള്ളത് അള്ളാഹുവിന് അള്ളാഹു കാണാതിരിക്കുമോ? അപ്പൊ ചിലരുടെ അവകാശങ്ങൾ തടയാൻ വേണ്ടിയല്ല നമ്മൾ യഥാർത്ഥത്തില് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളുടെ മക്കൾക്ക് അവകാശപ്പെട്ടതായിട്ട് അത് മാറുന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള അവകാശമായിട്ട് അള്ളാഹു വേറെ ചിലരെ വെച്ചിട്ടുണ്ടാവും. അത് തടയാൻ നമുക്ക് അധികാരമില്ല. അതേ സമയത്ത് മക്കളുടെ ആവശ്യത്തിന്, വീട് നിർമ്മാണത്തിനോ അവരുടെ വിദ്യാഭ്യാസത്തിനോ അങ്ങനെയുള്ള സംഗതികൾക്കോ നമ്മളൊന്നും കൊടുക്കണ്ടെന്നല്ല. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ബാക്കിയാവുന്നതുണ്ടല്ലോ അനന്തര സ്വത്ത്, അതിന് നമ്മളെ മക്കളെ പോലെ തന്നെ വേറെ ചിലർക്ക് അള്ളാഹു അവകാശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവകാശം അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചില വക്രമായ കാര്യങ്ങൾ നേരത്തെ ചെയ്തു വെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി, അത്
അള്ളാഹുവിനെ വഞ്ചിക്കുന്ന ഒരു നടപടിയാണ്. അങ്ങനെ ഒരു സംഗതി ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പൊ ഇവിടെ അള്ളാഹു പ്രത്യേകമായിട്ട് പറയുന്നത് വയുത്തൂന സക്കാത്ത്, സക്കാത്ത് നൽകുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുഹ്സിനുകളുടെ പ്രത്യേകത അള്ളാഹു എടുത്തു പറയുന്നത്. സമ്പത്തിന്റെ ശുദ്ധീകരണമായിട്ട് അള്ളാഹു നിശ്ചയിച്ച അവകാശികൾക്ക് ആ അവകാശങ്ങൾ കൊടുക്കുക എന്നതാണ് അതിലെ നടപടി. സ്വാഭാവികമായിട്ട് സമൂഹത്തില് സാമ്പത്തികമായ സംരംഭങ്ങളിലൊക്കെ വർധനവും വളർച്ചയും അത് ഉണ്ടാക്കും. ഞാൻ അതിന്റെ ചില വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിട്ടുണ്ടായിരുന്നതാണ്. അതേപോലെ വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പാരത്രിക ജീവിതത്തില് ദൃഢബോധ്യമുള്ള ആളുകളുമാണ് അവർ. ആഖിറത്തില് അവർക്ക് ദൃഢമായ വിശ്വാസമാണ്. ആഖിറത്തിൽ ദൃഢമായ വിശ്വാസം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഈമാൻ വളരെ സുരക്ഷിതമാവാനുള്ള ഒരു മാർഗമാണത്. നാളെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ് നാളെ അള്ളാന്റെ മുന്നില് എത്താനിരിക്കുന്നു എന്നൊരു ബോധം, അവിടെ നമ്മുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നു എന്ന ഒരു ധാരണ, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്നു എന്നൊരു ബോധ്യം, ഇത് ആഴത്തില് ഉൾക്കൊണ്ട ഒരാള് അധർമ്മങ്ങളിലേക്കോ അന്യായങ്ങളിലേക്കോ ഒന്നും കൈനീളുന്ന ഒരാളായി മാറൂല. അനർഹമായത് പിടിച്ചു പറ്റാനോ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മളുടേതാക്കാനോ ഒന്നും ശ്രമിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവില്ല. അപ്പൊ 3 കാര്യങ്ങളാണ് ഇവിടെ മുഹ്സിനുകളെ പ്രത്യേകമായിട്ട് അള്ളാഹു മുഹ്സിനുകളെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അവര് നമസ്കാരം നിലനിർത്തുന്നവരാണ്, നടപ്പിലാക്കുന്നവരാണ്, സക്കാത്ത് നിർവഹിക്കുന്നവരാണ്, നൽകുന്നവരാണ്, പാരത്രിക ജീവിതത്തിൽ ദൃഢബോധ്യമുള്ള ആളുകളാണ്. വലിയൊരു പരാജയം സംഭവിക്കുന്ന ഒരു മേഖല തന്നെ ഈ പാരത്രിക ജീവിതത്തിൽ ദൃഢബോധ്യം ഇല്ലാതാവുക എന്നുള്ളതാണ്. ദൃഢബോധ്യമില്ലാതെ ആവുന്നതോടുകൂടി പാരത്രിക ജീവിതം ഉണ്ടെങ്കിൽ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടിൽ എത്തുന്നതോടുകൂടി അത് അയാളുടെ ജീവിതത്തിന്റെ സകല ചലനങ്ങളെയും ബാധിക്കുന്നതായി മാറും. സ്വാർത്ഥത, അതുപോലെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ പിടിച്ചു പറ്റാനുള്ള ഒരു വ്യഗ്രത, ആർത്തി, അമിതമായിട്ട് വാരിക്കൂട്ടാനുള്ള ഒരു വ്യഗ്രത, സഹജീവികളെയും സഹസൃഷ്ടികളെയും ഒന്നും കാണാൻ കഴിയാത്ത വിധത്തില് ഒരു ഭൗതിക പ്രമത്തത ഒരാളെ പിടികൂടുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഉണ്ടാവും ഈ ആഖിറത്തിനെ കുറിച്ചുള്ള ദൃഢബോധ്യം ഇല്ലാതെ വരുമ്പോൾ. അതേപോലെ തന്നെ അധൈര്യം, ഭീരുത്വം, സത്യസന്ധത ഇല്ലായ്ക, അങ്ങനെയുള്ള പല വിഷയങ്ങളും അതിന്റെ ഭാഗമായിട്ട് കടന്നു വരും. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം. അപ്പൊ ഈ മുഹ്സിനുകൾ, ഈ 3 അടിസ്ഥാനപരമായ പ്രത്യേകതകൾ അള്ളാഹു വിവരിച്ചിട്ടുള്ള തരം ആളുകൾ, അവരില് ഈ 3 കാര്യങ്ങളിൽ പരിമിതരാണ് അവര് എന്ന് നമ്മൾ കരുതരുത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന സകല സംഗതികളും, അത് കൽപ്പനയായാലും വിലക്കുകളായാലും, അവയൊക്കെയും തന്നെ ജീവിതത്തിൽ പാലിക്കാൻ സന്നദ്ധരായ ആളുകളാണ് അവര്. അവരുടെ നിലപാടുകളുടെ ഒരു അടിസ്ഥാനമായിട്ട് വരുന്ന 3 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം, ഈ ആളുകള് തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മാർഗദർശനത്തിലാണ്. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളും, അവര് തന്നെയാണ് വിജയികൾ. ഇവിടെ ഫലാഹ് എന്നൊരു വാക്ക് ഉപയോഗിച്ച് കാണാം. മുഫ്ലിഹ് എന്ന് വരുന്നതായി എന്നാണ്, വിജയം എന്നാണ് അതിന്റെ അർത്ഥം. ജീവിത വിജയത്തെ കുറിച്ചുള്ള ധാരാളം സംഭാഷണങ്ങളും എഴുത്തുകളും ഒക്കെ നമുക്ക്, പ്രത്യേകിച്ച് നമ്മളുടെ ഈ കരിയർ മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള രംഗങ്ങളിൽ പലപ്പോഴും കേൾക്കാൻ കഴിയും. അവിടെ ഒന്നും ആളുകള് ഈ യഥാർത്ഥ വിജയത്തെ കുറിച്ച് പറയുന്നേ ഇല്ല. അവരുടെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ വിലയിരുത്തലില് ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ, നല്ലൊരു ജോലി നേടാൻ കഴിഞ്ഞാൽ, സാമ്പത്തികമായി വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സംരംഭം ഗംഭീരമായിട്ട്
നടപ്പിലാക്കി അതിലൂടെ പേരെടുക്കാൻ കഴിഞ്ഞാൽ അയാള് വിജയിച്ച ആളായിട്ടാണ് അത്തരം പഠനക്കളരികളുടെ രംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അവർ പറയലും അവർ ഫോക്കസ് ചെയ്യലും ഒക്കെ അതിലാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും ദരിദ്രനായിട്ട് ഒന്നും കയ്യിലില്ലാത്തവനായിട്ടൊക്കെ മരിച്ചു പോകുന്ന ഒരാൾ പോലും വലിയ വിജയിയാവാൻ സാധ്യതയുണ്ട് എന്നതാണ് പടച്ചതമ്പുരാന്റെ കിതാബ് പഠിപ്പിക്കുന്നത്. വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തുടങ്ങുന്ന സംരംഭങ്ങൾ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി തരുന്നതായി മാറി, അല്ലെങ്കിൽ ഉന്നതമായ ഒരു തൊഴിൽ സാധ്യത കണ്ടെത്താൻ പറ്റി, അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനം കിട്ടി, ഇതൊക്കെയാണ് വിജയം എന്ന് ധരിച്ച ഒരു സമൂഹം അവര് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട്, വിജയ കഥകൾ. അമേരിക്കൻ സക്സസ് സ്റ്റോറി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ജീവിതം ഒന്നുമില്ലായ്മയിൽ നിന്ന് അങ്ങ് ബിൽഡപ്പ് ചെയ്തിട്ട് ഗംഭീരം വിജയങ്ങളാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശപ്പെടുന്ന സംഗതികൾ. അതിലൊക്കെ വിജയത്തിന്റെ അംശങ്ങളുണ്ട്, എല്ലായ്പ്പോഴും അത് വിജയം ആയിക്കൊള്ളുന്നില്ല. പക്ഷെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് പടച്ചതമ്പുരാന്റെ തൃപ്തി നേടിക്കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് മടങ്ങാൻ കഴിയുക എന്നതാണ്. ആഖിറത്തിൽ പാരത്രികമായി ജീവിത വിജയം നേടാൻ സാധിക്കുന്ന ആളെ യഥാർത്ഥത്തിൽ വിജയം വരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവര് ജീവിതം എന്താണ് എന്നത് തിരിച്ചറിയുമ്പോൾ വളരെ നൈമിഷികമായി മാത്രമായിരുന്ന ഈ ജീവിതത്തില് ഒരു തുടിപ്പും അതുപോലെ ഒരു തുള്ളലും കാളലും ഒക്കെ കാണിക്കാൻ കഴിഞ്ഞു എന്നത് വിജയമായിട്ട് കാണുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ അത് വിജയമല്ല. വളരെ താൽക്കാലികമായ ഒരു സംവിധാനത്തില് നമുക്ക് വളരെ കളർഫുൾ ആയിട്ട് മാറാൻ കഴിഞ്ഞു എന്നതല്ല വിജയത്തിന്റെ അടിസ്ഥാനം. ആത്യന്തികമായിട്ടുള്ള വിജയം പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നവരുടെ കൂട്ടത്തിൽ പെടുക എന്നതാണ്. ആ വിജയം നേടാൻ സാധിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള വിജയികൾ. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയം നേടുന്നതും സർക്കാരിന്റെ സിവിൽ സർവീസ് എക്സാംസിൽ വിജയം നേടുന്നതും ഒരു കരിയറിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതും സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങി അത് ഭയങ്കര വിജയമാക്കിയെടുക്കാൻ കഴിയുന്നതും അതുപോലെ കലാലോകത്തൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ഇത്തരം മേഖലകളിലൊക്കെ പേരെടുത്ത് ഒരു വലിയ പ്രതിഭാസമായി മാറി എന്ന് വരുന്നത് വിജയത്തിന്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ പോലും പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് തെറ്റായ ഒരു കണക്കുകൂട്ടലും തെറ്റായ ഒരു ആശയം ഉൾക്കൊള്ളലുമാണ് എന്നതാണ് വസ്തുത. അതല്ല വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ പ്രവാചകന്മാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊണ്ട സഹാബത്ത്, ഇവരൊക്കെ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചുപോയി എന്നതൊന്ന് പരിശോധിച്ചാൽ നമുക്ക് നമ്മള് ഈ ഏതൊക്കെ കുമിളകളുടെ പുറകെയാണോ ഓടുന്നത് അങ്ങനെയുള്ള ആ ഓട്ടം എത്ര നിരർത്ഥകമാണ് എന്നത് ബോധ്യപ്പെടും. അപ്പോ ജീവിത വിജയം എന്നത് നമ്മളിപ്പോ കൊട്ടിഘോഷിക്കുന്ന വിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കലല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത് ഈ 3 പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന മുഹ്സിനുകൾ, അത്തരം ആളുകളാണ് യഥാർത്ഥത്തില് മാർഗദർശനം ലഭിക്കുന്ന ആളുകൾ. തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യപൂർവമായിട്ട് അനുഭാവപൂർവമായിട്ടുള്ള കൃപാവായ്പോടുകൂടിയുള്ള മാർഗദർശനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരാണ്. അവര് തന്നെയാണ് വിജയികളും, വേറെ ആരുമല്ല. അള്ളാഹുവിന്റെ കാരുണ്യം ഏറ്റുവാങ്ങാൻ കഴിയാതെ, അള്ളാഹുവിന്റെ മാർഗദർശനം പ്രയോജനപ്പെടുത്താൻ കഴിയാതെ ഒരാൾ ഭൗതിക ലോകത്ത് ഒരു സംരംഭകനായിട്ട് എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും അത് വിജയമാവാൻ പോകുന്നില്ല. അതാണ് ഈ ആയാത്തുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ലുഖ്മാനിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും സുഹൃതവാന്മാരായ മുഹ്സിനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതം
ഏറ്റവും സന്തോഷദായകമായ വിധത്തിലുള്ള വിജയം നേടുന്ന, ആത്യന്തികമായി ഏറ്റവും അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ടുള്ള വിജയം നേടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തന്നെ ഇടം നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.